ഇല്ല. ആ ഇനി കേട്ടോളൂ. ഹലോ ഹലോ, ഞാൻ ലാലാണ്. ഹലോ സാറേ, ലാലേട്ടാ, എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ്. ഞാനത് അതൊന്നും കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് കഴിഞ്ഞ കാര്യമല്ലേ. അതെ, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ഇല്ലാക്കൂലല്ല. അതെ, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല, അതിപ്പോ എനിക്ക് ഇത് എന്തറിയോ, നമ്മളെ ഒരു 5 മണിക്കോ അല്ലെ 6 മണിക്കോ ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു, നമ്മൾ ഇട്ടോളാൻ പറയുന്നു. അതിന്റെ ഫംഗ്ഷന് കയറുന്നു. അതിന്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നതെന്ന് എനിക്കറിയില്ല. അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ന്യൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു. അതെ അതെ, ഞാൻ ഒരു ആവേശത്തിന് വെച്ചുപോയത്, മൈക്ക് വെച്ചുപോയത്. അപ്പൊ അതായത് പുലികെട്ട് കൊള്ളാവുന്ന കണ്ണി കൊണ്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ആവേശത്തിന് മൈക്ക് വെച്ചായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒന്നും കിട്ടിയില്ലേ നിങ്ങളെ കയറി പിടിച്ചു, ഇത്രയേ ഉള്ളൂ, വേറെ എന്ത് ചെയ്യാൻ. അതെ അതെ, കൈ ലോക്കായി. ഓക്കെ, താങ്ക് യു. ഞാൻ പക്ഷെ നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഒരു മിനിറ്റ്. സമാധാനമായില്ലേ? സന്തോഷം, സമാധാനം കേട്ടാ. താങ്ക് യു. അതാ പറഞ്ഞ, ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തരുന്ന ആളാണ് മോഹൻലാൽ സാർ. അത്രയേ ഉള്ളൂ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു കേട്ടോ. ഓക്കെ, വിളിച്ച് നിങ്ങളെ മാനേജ്മെന്റിന്റെ അടുത്തും മറ്റുള്ള പത്രക്കാരടുത്തും ഒക്കെ വിളിച്ച് പറയണം, ഇതാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ. എന്റെ അടുത്ത് രാവിലെ ഒരു പത്രത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചു, ഇത് പിന്നെ CMO ഒക്കെ ആണെങ്കിൽ എന്തായാലും മനസ്സിലായില്ലേ? അതെ അതെ. അപ്പൊ അവരത് പറഞ്ഞത് ഈ മനുഷ്യൻ എന്തൊരു ഇതാണെന്നുള്ളതാണ്. ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു.